രക്ഷകവാടം തുറക്കും. രക്ഷകരാമോസ്തിയേ ശത്രുവിനണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. എന്നും നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ദൈവം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വേദനകളുടെ നിമിഷങ്ങളിൽ നമ്മെ തൻ്റെ കരങ്ങളിൽ വഹിക്കുവാൻ അവിടുന്ന് തയ്യാറാണ്. കർത്താവിനെ എന്നും നമ്മോടൊപ്പം കൂട്ടാം. ദൈവം നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ എന്നതാണ് ചോദ്യം. ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയം നമ്മൾ ഒരുക്കി വയ്ക്കണം. എന്നും ഈശോനാഥന് നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. തിന്മകളെല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകാം. കൂടുതൽ കർത്താവിലേക്ക് നടന്നെടുക്കാം. ദിവ്യകാരുണ്യനാഥനെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം,
ഈ നിമിഷം. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം, ഈ നിമിഷം. തൻ്റെ ജീവനെനിക്കായി ഏകിയ സ്നേഹമവൻ, കാൽവരിയിൽ തൻ്റെ ജീവനെനിക്കായി ഏകിയ സ്നേഹമവൻ, ആശ്വാസമേകുവാൻ എന്നെ തലോടുവാൻ അണയുന്ന ഈ നിമിഷം, ആശ്വാസമേകുവാൻ എന്നെ തലോടുവാൻ അണയുന്ന ഈ നിമിഷം. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം, ഈ നിമിഷം. സ്നേഹപിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിക്കുമീ നിമിഷം, സ്നേഹപിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിക്കുമീ നിമിഷം, ഉള്ളം തുറന്നീട നിർമ്മലരായിട സ്നേഹം പകർന്നീട, ഉള്ളം തുറന്നീട നിർമ്മലരായിട സ്നേഹം പകർന്നീട. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം, ഈ നിമിഷം. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം, യേശുനാഥനെഴുന്നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം, ഈ നിമിഷം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ആദ്യമായി നമ്മിൽ ഉടലെടുക്കേണ്ടത് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം എന്ന അവബോധമാണ്. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവ സാന്നിധ്യം സാർവത്രികതയുടേതാണ്. തൻ്റെ തേജസ്സും മഹത്വവും ദൈവം പ്രകാശിപ്പിക്കുന്നത് സർവവ്യാപിയായിരുന്നു കൊണ്ടാണ്. ദൈവമായ കർത്താവിനെ ആർക്കും ഒരു പ്രത്യേക സ്ഥലത്തോ
വസ്തുവിലോ തളച്ചിടാൻ കഴിയുകയില്ല. സ്ഥലകാല പരിമിതികൾക്ക് അധീനനാണ് അവിടുന്ന്. എന്നിട്ടും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവും കർത്താവുമായ യേശുനാഥൻ ഈ ചെറിയ അപ്പത്തിൽ നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. ഉദ്ധിതനായ യേശു എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും സമീപസ്ഥനും കൂടെ ആയിരിക്കുന്നവനുമാണ്. ആ ദിവ്യകാരുണ്യനാഥനോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചുകൊണ്ട് സർവസാന്നിധ്യമായ ദൈവത്തെ സങ്കീർത്തനം 130:39 പറയുന്നത് പോലെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ദൈവവും കർത്താവുമായ ദിവ്യകാരുണ്യനാഥനോട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും സങ്കീർത്തനകനോടൊപ്പം നമുക്ക് ചോദിക്കാം, അങ്ങയിൽ നിന്ന് ഞങ്ങൾ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞങ്ങൾ എവിടെ ഓടി ഒളിക്കും? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കാം, നന്ദി പറയാം, ദൈവത്തോട് നന്ദിയുള്ളവരായി തീരാം. ഈ പ്രപഞ്ചം ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് കാറ്റും കടലും ഒക്കെ നൽകിയ ദൈവത്തെ സ്തുതിക്കാം. മഴയും മേഘവും നൽകിയ ദൈവത്തെ സ്തുതിക്കാം. മാമലയാറുകളും പൂമലർ വാണ്ടികളും പൈങ്കിളി ജാലങ്ങളെയുമൊക്കെ നമുക്ക് നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രപഞ്ചം മൊത്തം നമുക്കായി ഒരുക്കിയ ദൈവസ്നേഹത്തെ പ്രതി അവിടുത്തെ സ്തുതിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാരിക്കോരി നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. അവയ്ക്കെല്ലാം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമാണിത്. ദിവ്യകാരുണ്യനാഥനെ തന്നെ നോക്കിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടേതായ വാക്കുകളിൽ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ 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 യേശുവേ. യേശുവിന്റെ ശക്തമായ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മെ പരിപാലിക്കുന്ന പൊന്നുതമ്പുരാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമുക്ക് വാരിക്കൊഴിച്ചൊരിഞ്ഞ സ്നേഹത്തെ പ്രതി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ ഒരുക്കി നിർത്തിയ ദൈവത്തെ സ്തുതിക്കാം. കാറ്റിനെയും കടലിനെയും നമുക്കായി സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കാം. മഴയും മേഘങ്ങളും നമുക്കായി നൽകിയ ദൈവത്തെ സ്തുതിക്കാം. വൃക്ഷലതാദികളും നമുക്കായി നൽകിയ ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ 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 നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മാമലയാറുകളെ പൂമലർവാടികളെ, മാമലയാറുകളെ പൂമലർവാടികളെ, പൈങ്കിളി
കർത്താവിനെ സ്തുതിപ്പിൻ. പൈങ്കിളി ജാലങ്ങളെ കർത്താവിനെ സ്തുതിപ്പിൻ. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. കണ്ണീരിൻ താഴ്വരയിൽ അലയുന്ന നിന്റെ മക്കൾ, കണ്ണീരിൻ താഴ്വരയിൽ അലയുന്ന നിന്റെ മക്കൾ, കരയുന്നു നിന്നെ നോക്കി കനിവിയാലേകണേ നീ. കരയുന്നു നിന്നെ നോക്കി കനിവിയാലേകണേ നീ. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. ആത്മാവിനാനന്ദം നീ, ആശ്രിതർക്കാശ്വാസം നീ. ആത്മാവിനാനന്ദം നീ, ആശ്രിതർക്കാശ്വാസം നീ. വാനവഭോജനം നീ, മാധുരി സാരവും നീ. വാനവഭോജനം നീ, മാധുരി സാരവും നീ. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല.
ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ സൃഷ്ടാവാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന യേശു നമ്മുടെ സൃഷ്ടാവാണ്. യേശുവിൻ്റെ ശക്തിയും മഹത്വവും തേജസ്സുമാംവിധം പ്രകടമാകുന്നത് സൃഷ്ടികളുടെ മേൽ അവിടത്തേക്ക് ഉണ്ടായ അധികാരത്തിലൂടെയാണ്. കൊടുങ്കാറ്റിനെ കൈയുയർത്തി ശാസിച്ചുകൊണ്ട് യേശു ശാന്തമാക്കിയപ്പോൾ ആ പ്രഭാവം അവിടുന്ന് പ്രകടമാക്കി. ആ അത്ഭുത കാഴ്ച കണ്ട വഞ്ചിയിലുണ്ടായിരുന്ന ശിഷ്യന്മാർ പറയുന്നത്, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ. വചനമാകുന്ന യേശുനാഥൻ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ വചനം മാംസമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചിരുന്നപ്പോഴും സൃഷ്ടിയുടെ മേൽ തൻ്റെ അധികാരവും ആധിപത്യവും കാണിക്കുന്നു. സൃഷ്ടാവെന്ന നിലയിൽ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവും നമ്മുടെ എല്ലാവരുടെയും മേൽ അധികാരവും ആധിപത്യവും ഉള്ളവനാണ്. 8-ാം സങ്കീർത്തനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കർത്താവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ്. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. നമ്മുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന യേശുനാഥനെ പ്രകീർത്തിച്ചുകൊണ്ട് സങ്കീർത്തൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. യേശുവിൻ്റെ മഹത്വമായിരിക്കണം എല്ലാ സൃഷ്ടവസ്തുക്കളിലും മനുഷ്യർ കണ്ടെത്തേണ്ടത്. സൃഷ്ടികളുടെ മഹത്വത്തിലാണ് യേശുവിനെ നാം ദർശിക്കേണ്ടതും സ്പർശിക്കേണ്ടതും അനുഭവിക്കേണ്ടതും. ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനമാണ്. അങ്ങ് ഞങ്ങളുടെ മേൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വാരി വിതറിയിട്ടുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്നു. കാറ്റും കടലും മേഘവുമെല്ലാം ഞങ്ങൾക്കായി അങ്ങ് നൽകിയ ദാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും അധ്യാപകരുമൊക്കെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും അങ്ങയുടെ സൃഷ്ടിയാണ്. അവരിലും അങ്ങയുടെ സാന്നിധ്യമുണ്ട്. പലപ്പോഴും ഇത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങ് നൽകിയ സമ്മാനങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കിയില്ല.
കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ. ഇനിയുള്ള ജീവിതത്തിൽ ഓരോ വ്യക്തിയെയും ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഈ സൃഷ്ടിജാലങ്ങളെ മുഴുവനും സ്നേഹിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ശിശുഹൃദയമുള്ളവർക്കാണ് ദിവ്യകാരുണ്യനാഥനിൽ സൃഷ്ടാവായ ദൈവത്തിനെ കാണാനാകുന്നത്. സൃഷ്ടാവായ യേശുവിൻ്റെ മഹത്വം ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളാണ്. വിജ്ഞാനികളും വിവേകമതികളും സൃഷ്ടികളിൽ ദൈവമഹത്വം കാണുന്നില്ല. സൃഷ്ടികളിൽ നിന്നും അവർ തങ്ങളുടെ മനസ്സുകൾ കർത്താവായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നില്ല. അവർക്ക് സൃഷ്ടികളിലൂടെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ദൈവം അയച്ച യേശുവിനെ മിശിഹായായി അംഗീകരിക്കാനും കഴിയുന്നില്ല. അവർ യേശുവിനെ തിരസ്കരിക്കുമ്പോൾ ശിശുക്കൾ യേശുവിനെ അവരുടെ സൃഷ്ടാവും ദൈവവും മിശിഹായുമായി സ്വീകരിക്കുന്നു. യേശു തന്നെ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നുണ്ട്: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. മഹത്വത്തോടെ ജെറുസലേമിൽ പ്രവേശിക്കുന്ന യേശുവിനെ സാധാരണക്കാരായ ജനങ്ങൾ മിശിഹായായി തിരിച്ചറിയുകയും അവിടത്തേക്ക് ഹോസാന പാടി മിശിഹായായി വരവേൽക്കുകയും ചെയ്തു. എന്നാൽ വിജ്ഞാനികളും വിവേകികളുമെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന യഹൂദ പ്രമാണികൾക്ക് അതിന് കഴിഞ്ഞില്ല. അവർ ജനത്തെ ശാസിക്കുകയും അവരെ നിയന്ത്രിക്കാൻ യേശുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ യേശു സങ്കീർത്തന വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്നു: ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നവർക്ക് മാത്രമേ ദിവ്യകാരുണ്യത്തിൽ ഏറ്റവും നിസ്സാരമായ അപ്പത്തിൽ യേശുവിനെ കണ്ടെത്താനും തിരിച്ചറിയാനും അവിടുന്ന് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ യേശുവിനെ ഈ തിരുവോസ്തിയിൽ നമ്മുടെ സൃഷ്ടാവായി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ദിവ്യകാരുണ്യനാഥനും പ്രപഞ്ചത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവായ ദൈവവും ഒന്നു തന്നെയാണെന്ന് ഗ്രഹിക്കാൻ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക മനസ്സുകളും അത്ഭുതങ്ങൾ വീക്ഷിക്കുന്ന കണ്ണുകളും ആവശ്യമാണ്. ഇല്ലായ്മയിൽ നിന്നും ഇവയെല്ലാം വാർത്തെടുത്ത യേശുനാഥൻ എത്രയോ മഹോന്നതനാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലിയൊരു വിസ്മയ പ്രപഞ്ചമാണ് ദിവ്യകാരുണ്യത്തിൽ യേശു ഒരുക്കിയിരിക്കുന്നതെന്ന് ഓർത്ത് വിസ്മയിക്കാം. ഈ വിസ്മയം അവിടുന്ന് സ്ഥാപിച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. പ്രപഞ്ചം മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതുപോലെ ഏറ്റവും നിസ്സാരമായ അപ്പത്തിൽ കുടികൊണ്ട് യേശു നമ്മെ സ്നേഹിക്കുകയാണ്. നമ്മോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നതിന് വേണ്ടിയും നമ്മെ ഭയപ്പെടുത്താതെ ആയിരിക്കാനും അവിടുന്ന് നമുക്ക് വേണ്ടി ചെറിയവനാകുന്നു. അത്ഭുതങ്ങളുടെ അത്ഭുതമാണിത്. ഈശോനാഥ, ശിശുഹൃദയമുള്ളവർക്കാണ് അങ്ങേ ദർശിക്കുവാൻ സാധിക്കുക. ദിവ്യകാരുണ്യനാഥനെ അനുഭവിക്കാൻ സാധിക്കുക നിഷ്കളങ്കമായ ഹൃദയമുള്ളവർക്കാണ്. പലപ്പോഴും
കുട്ടിക്കാലത്ത് ഞങ്ങൾക്കുണ്ടായ നിഷ്കളങ്കമായ ഹൃദയം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പല നന്മകളും പുണ്യങ്ങളും കൈമോശം വന്നു പോയിട്ടുണ്ട്. യേശുവേ, ഞങ്ങളോട് പൊറുക്കണമേ. അങ്ങയോടുള്ള ആഴമായ വിശ്വാസം പലപ്പോഴും ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. അങ്ങ് പഠിപ്പിച്ച വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനോടുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പലപ്പോഴും സാധിക്കാതെ പോയിട്ടുണ്ട്. കർത്താവേ, പൊറുക്കണമേ. ശിശുക്കളെ പോലെ നിഷ്കളങ്കമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങേക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാം ഇടം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ശിശുഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ കാണുന്ന ഓരോ വ്യക്തികളെയും സ്നേഹിക്കുവാനും ശിശുക്കളെ പോലെ എല്ലാവരെയും അംഗീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. സൃഷ്ടികളിൽ നിസ്സാരക്കാരായ മനുഷ്യനെ യേശു സ്നേഹിക്കുന്നു. ഇത്രമാത്രം മനുഷ്യരായി നമ്മെ സ്നേഹിക്കാൻ മാത്രം നമുക്ക് എന്താണുള്ളത്? സങ്കീർത്തകനോടൊപ്പം നമ്മൾ ചോദിക്കണം, ദിവ്യകാരുണ്യനാഥനോട്, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യന് എന്തർഹതയാണുള്ളത്? നമ്മൾ എത്രയോ ബലഹീനരും നിസ്സാരരുമാണ്. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്. അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. സങ്കീർത്തനം 103:14 പറയുന്നു, മനുഷ്യൻ വെറും പൊടിയാണ്. മനുഷ്യജീവിതം ചവിട്ടി തേക്കപ്പെടുന്ന പുല്ലുപോലെയും വയലിലെ പൂ പോലെയുമാണ്. അത് വിരിയുകയും കാറ്റ് വീശുമ്പോൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അത് നിന്നിടം തന്നെ അതിനെ ഓർമ്മയുടെ തീരത്തു നിന്നും നീക്കം ചെയ്യുന്നു. മനുഷ്യാനുഭവം എത്ര ശരിയാണ്! നമ്മുടെ ജീവിതം എത്ര ഹ്രസ്വമാണ്! ഇന്ന് നാം ഈ ലോകത്തിലുണ്ട്, നാളെ നാം മൺമറഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം, അതിലെ സൂര്യനും ചന്ദ്രനും ആകാശവും സമുദ്രവും ഭൂമിയും എത്രയോ തലമുറകളായി നിലനിൽക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു മാവ് എത്രയോ തലമുറകളുടെ ജീവിതങ്ങൾക്ക് സാക്ഷിയാണ്. നമ്മുടെ ജീവിതം 80 വർഷങ്ങൾ മാത്രമാണെന്നാണ് സങ്കീർത്തകൻ പ്രഖ്യാപിക്കുന്നത്. അവ തന്നെ ദുഃഖവും ദുരിതവും നിറഞ്ഞതുമാണ്. അവ നമ്മെ പെട്ടെന്ന് കടന്നുപോകും. ഒന്നും നമുക്ക് സ്വന്തമല്ല. ഒന്നും സ്വന്തമായി കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത മനുഷ്യൻ എത്രയോ ചെറിയവനാണ്. ജീവൻ തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ദൈവത്തിന് തിരികെ എടുക്കാം. സ്വന്തമെന്ന് കരുതി നാം സ്വരുക്കൂട്ടുന്ന വീടും നാടും സ്വത്തുക്കളും സ്വർണവും പണവും സുഹൃത്തുക്കളും പദവികളും അധികാരവും വിദ്യാഭ്യാസ യോഗ്യതകളും നമ്മൾ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു. ഇത്രമാത്രം ദരിദ്രരും നിസ്സഹായരും ബലഹീനരുമായി നമ്മെക്കുറിച്ച് യേശു ചിന്തിച്ചു. അവിടുന്ന് നമ്മോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും
എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നാം ഇല്ലായ്മ മാത്രമാണെങ്കിലും യേശുവിന് നമ്മെക്കുറിച്ച് ഓർമ്മയുണ്ട്. അവിടുത്തെ സ്നേഹത്തെ നാം ഓർക്കുന്നതിനു വേണ്ടിയാണ് യേശു ദിവ്യകാരുണ്യത്തിൽ നമ്മോടൊത്ത് വസിക്കുന്നത്. ആകയാൽ അവിടുത്തെ ജീവൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സമ്പന്നരാകാം. ഈശോനാഥ, ഞങ്ങൾ എത്ര നിസ്സാരരാണെന്ന് ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും ഞങ്ങളുടേതായ ചില കഴിവുകളിൽ അഹങ്കരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കഴിവുകേടുകളിൽ അവരോട് പുച്ഛം തോന്നിയിട്ടുണ്ട്. ഞാൻ എന്ന മനോഭാവത്തോടുകൂടി പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. ഞങ്ങളുടേതായ ചില സ്വാർത്ഥ ചിന്തകളിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ചില പിടിവാശികൾക്ക് വശംവദരായിട്ടുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ. ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ നിസ്സാരതയെ മനസ്സിലാക്കുവാനും അങ്ങയുടെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. നിസ്സാരരായ നമ്മെക്കുറിച്ച് യേശുവിന് ഒരു സ്വപ്ന പദ്ധതിയുണ്ട്. തികച്ചും ദുർബലരും നിസ്സാരരുമാണ് മനുഷ്യർ. പക്ഷേ നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മോടൊരു പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. അതിനാൽ മറ്റെല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ മെനഞ്ഞെടുത്തത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം എല്ലാറ്റിനെയും ശൂന്യതയിൽ നിന്നുമാണ് സൃഷ്ടിക്കുന്നത്. അവയ്ക്ക് പ്രത്യേകമായ മാതൃകകളോ പരിഗണനയോ സ്വീകരിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നിർണായകമായൊരു തീരുമാനമെടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അതായത് ദൈവത്തിൻ്റെ അതേ രൂപത്തിലും അവിടുന്ന് കുടികൊള്ളുന്ന സവിശേഷതകളോടു കൂടിയുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ മുഖങ്ങളിൽ ദൈവത്തിൻ്റെ മുഖമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അവനിൽ ദൈവിക ജീവൻ കുടികൊള്ളുന്നു എന്നതാണ്. സങ്കീർത്തനം 8-ാം അധ്യായം 5-ാം വാക്യം, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. മഹത്വവും ബഹുമാനവും കർത്താവായ ദൈവത്തിൻ്റെ സവിശേഷതകളാണ്. ദൈവം മാത്രമാണ് മഹത്വത്തിനും ബഹുമാനത്തിനും അർഹനായവൻ. അവിടത്തേക്ക് മാത്രം അവകാശപ്പെട്ട ബഹുമതികൾ. പ്രപഞ്ചത്തിലെ ഏറ്റവും നിസ്സാരരായി കണക്കാക്കപ്പെടുന്നത് മനുഷ്യരാണെങ്കിലും നിത്യതയുടെ മുദ്ര പതിച്ചവരാണ് അവർ. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരും ശ്രേഷ്ഠരുമാണവർ. എന്തെന്നാൽ യേശുവിൻ്റെ സ്നേഹത്താൽ രൂപപ്പെട്ടവരാണ് നമ്മൾ. നാം ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടത് അവിടുത്തെ തിരുവിഷ്ടത്താലാണ്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം കടാക്ഷിച്ചു. വ്യക്തിപരമായി അവിടുത്തെ സ്നേഹത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് നാം ഓരോരുത്തരും. അസൃഷ്ടാവായ തമ്പുരാൻ തന്നെയാണ് ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നതും വ്യക്തിപരമായി നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതും. സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചയായ പരിപാലനമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ യേശു നമുക്ക് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിന്
പാത്രീഭൂതരായിരുന്നത് കൊണ്ടാണ് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഈശോനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് അങ്ങേക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ ആഗ്രഹമാകണമെന്ന് ഞങ്ങൾ ശഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടേതായ സ്വപ്നങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അങ്ങയുടെ സ്വപ്നങ്ങൾ തേടാതെ പോയിട്ടുണ്ട്. എന്നും എപ്പോഴും ദൈവഹിതം ആരായാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുനാഥ, അങ്ങ് ജീവിച്ചതുപോലെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ എന്നും വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. യേശു നമുക്ക് ശുശ്രൂഷയ്ക്കുള്ള അധികാരം നൽകിയിരിക്കുന്നു. നമ്മിൽ കുട്ടുകൊള്ളുന്ന ദൈവിക ജീവൻ്റെയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും പ്രതിഫലനമാണ് സൃഷ്ടികളുടെ മേൽ മനുഷ്യരായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരവും ആധിപത്യവും. സങ്കീർത്തകൻ പാടുന്നുണ്ട്, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും മേൽ മനുഷ്യന് ദൈവം അധികാരം നൽകി. എല്ലാ ജീവജാലങ്ങൾക്കും പേര് നൽകാനും പെരുകി വർദ്ധിച്ച് എല്ലാറ്റിനെയും കീഴടക്കാനും ദൈവം അനുശാസിക്കുന്നു. അധികാരവും ആധിപത്യവും കീഴടക്കലും സ്വന്തം സുഖഭോഗങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ള ലൈസൻസ് അല്ല, അവയെ ശുശ്രൂഷിച്ചുകൊണ്ട് സ്നേഹത്തിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കാനാണ്. ഈശോനാഥ, പലപ്പോഴും അങ്ങ് നൽകിയ അധികാരത്തെ ഞങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. അങ്ങ് നൽകിയ ഈ പ്രപഞ്ചത്തെ ഞങ്ങൾ മലിനപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങ് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവയെ പലപ്പോഴും സംരക്ഷിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങ് സ്നേഹിക്കാൻ ഏൽപ്പിച്ചു തന്ന പല വ്യക്തികളെയും സ്നേഹിക്കാതെ പോയിട്ടുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ. ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളെയും ഈ പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടിജാലങ്ങളെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുമെന്നാഥ, ശ്രവിക്കുമെന്നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യകാരുണ്യനാഥനെ തന്നെ നോക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.
തിരുക്കുടുംബത്തിന് അനുരൂപമാക്കി നമ്മുടെ കുടുംബങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും വളരുവാൻ വേണ്ട കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ അപ്പനെ യൗസേപ്പ് പിതാവിനെ പോലെ നീതിമാനും അമ്മയെ നന്മ നിറഞ്ഞവളുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിൽ ഓരോ കടമയുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും നാൾക്കുനാൾ വളർന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ച് കൂടുതൽ നന്മയുടെ വഴിയിലേക്ക് നടന്നെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വിശ്വാസം ദൃഢപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ദൈവത്തോടുള്ള സ്നേഹം അവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രതിഫലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്പനേരം മൗനമായിരുന്നു കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഈശോനാഥന് സമർപ്പിക്കാം. കുടുംബ പ്രതിഷ്ഠ നവീകരിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാം. ഒപ്പം നമ്മളെയും ഈശോനാഥനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങാം.
പരിശുദ്ധ പരമദിവ്യകാരണനാഥൻ്റെ സന്നിധിയായിരിക്കുന്ന നമുക്ക് അവിടുത്തെ സ്നേഹത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു തിരുമണിക്കൂർ ആയിരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതോർത്ത് ഒരിക്കൽ കൂടി അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ യാചനകളും അവിടുത്തെ ദിവ്യഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്നത് മുഴുവനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ ദിവ്യഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ജപം നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങു തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായാൽ സ്നേഹനാഥ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നവരെയും അങ്ങയുടെ സ്നേഹകടാക്ഷത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിർധനരോടും നിരാലംബരോടും പീഡിതരോടും വേദനിക്കുന്നവരോടും രോഗികളോടും വൃദ്ധരോടും ശിശുക്കളോടും അവിടുത്തെ യഥാർത്ഥമായ സ്നേഹം പങ്കുവയ്ക്കത്തക്ക വിധം ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും വിശുദ്ധ യൗസേപ്പ് പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണങ്ങുക സാഷ്ടാംഗം വീണുന്ന ഏറ്റം മഹത്തമി കൂദാശയേ. നവ്യനിയാമത്തി കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കീഴ് പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിന് തന്നേകജാതൻ സ്വസ്ത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവീന് അവീതം നിസ്തു സ്വസ്ത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തി ശക്തിയുമാർമെന്ന് വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ,
അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധന്യമാതാമരിയെ കാത്തരുൾകന്നേക്കും ഞങ്ങളെയമ്മേ വാഴ്ക 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 മരിയേ വാഴ്ക 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 മരിയേ. പാരീതിൽ യാത്രയെ നേർവഴി തന്നിൽ എന്നും വരുവാൻ നീ കനിഞ്ഞിടു. വാഴ്ക 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 മരിയേ വാഴ്ക 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 മരിയേ. പാപികൾ ഞങ്ങൾ തൻ പാതയിലെന്നും പവന ജ്യോതിയ വാണിടും അമ്മേ വാഴ്ക 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 മരിയേ വാഴ്ക 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 മരിയേ വാഴ്ക 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 മരിയേ വാഴ്ക 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 മരിയേ.